5 വർഷം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിക്കുന്നവരുണ്ട്, ഒരൊറ്റ വർഷം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിക്കുന്നവരുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആവാനാണ് താല്പര്യം? ഈ 5 വർഷം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിക്കുന്നവർ എന്താ ചെയ്യുന്നത് അറിയാവോ? അവർ ആദ്യമേ ജസ്റ്റ് എന്ത് ചെയ്യും, എക്സാമിന് അപ്ലൈ ചെയ്യും, പഠിക്കാൻ തുടങ്ങും, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ അതൊന്ന് കട്ടാവും, പിന്നെ അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പോകും, പിന്നെ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ പഠിക്കണം എന്നൊരു ഫീലിംഗ് വരും, പിന്നെയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും, മോട്ടിവേഷൻ ഭയങ്കര ഹൈയിലായിരിക്കും, പഠിക്കും, ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും താഴെ പോകും. അങ്ങനെ അവരെ ഗ്രാഫ് കയറിയും കുറയും നിന്ന് അവസാന സമയം എത്തുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, എനിക്കിനി പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്രയും സ്ട്രഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, ഫിനാൻഷ്യലി ഞാൻ ഒട്ടും സ്റ്റേബിൾ അല്ല, ഇതെൻ്റെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുമ്പം നല്ല സ്ട്രഗിൾ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പഠിക്കും. 1 വർഷം കൊണ്ട് അവർക്ക് ജോലി കിട്ടും, ഒരു 6 മാസം കൊണ്ട് ജോലി കിട്ടും. അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്തു, അന്ന് മുതൽ നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞ് അന്നോട്ട് സ്റ്റാർട്ട് ചെയ്യും. 1 വർഷം എടുക്കും, പഠിക്കും, ജോലി വാങ്ങിക്കും. മനസ്സിലായോ? അപ്പോൾ രണ്ടുപേർക്കും സംഭവിച്ചത് എന്താ, ഇന്റൻസിറ്റി കൂടിയ സമയത്താണ് എന്താ, അല്ലെങ്കിൽ ആ സ്ട്രഗിൾ അത്രയും വന്ന സമയത്ത്, അല്ലെങ്കിൽ എഫേർട്ട് മാക്സിമം ആയ സമയത്താണ് അവരുടെ മാക്സിമം ഔട്ട്പുട്ട് വന്നതും ജോലി കിട്ടിയത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏത് കാറ്റഗറിക്കാരാണ് ആലോചിക്കുക, അതുപോലെ വർക്ക് ചെയ്യുക. ഓക്കെ, 1 വർഷം കൊണ്ട് ജോലി ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് 5ഉം 10ഉം വർഷമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ കുറേ കൊല്ലം കൊണ്ട് പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് ഇത്രയും വർഷം പഠിക്കുന്നിട്ടും ഇവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് ആലോചിച്ചിട്ട് ഡെസ്പറേറ്റ് ആവുകയും ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നമുക്ക് 1 വർഷം മതി, 2026 നമ്മൾ ജോലി കൊണ്ടേ പോകും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.